ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ തന്നെ നമ്മൾ പാർക്കിലെത്തിക്കൊണ്ടോ. പാർക്കിലെത്തി നമ്മൾ ഫസ്റ്റ് പോയത് നമ്മളെ പാർക്കിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള പ്രവാസി സേവാ കേന്ദ്രത്തിലേക്കാണ്. അവിടെ പോയത് വേറൊന്നിനല്ല, നമ്മളെ വണ്ടിയുടെ മീറ്റർ സീലിങ്ങിൻ്റെ ഡേറ്റ് ആയിക്കണം. അപ്പോൾ അതിൻ്റെ ഫീ അടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടിയത് 53 ഭാഗത്തേക്കാണ്. അങ്ങനെ ആ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ നേരെ പോയത് നമ്മളെ വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ കേട്ടോ. അവിടുന്ന് ഒരു സാധനം വാങ്ങണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് പാർക്കിലെത്തി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതാ നിൽക്കുന്ന മക്കളെ നമ്മളെ പാർക്കിത്തെ ഋതിക് റോഷൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 1:30 മണിയായപ്പോൾ നമ്മളെ നാട്ടിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി. അപ്പോൾ നമ്മൾ നേരെ പെരേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെറിയൊരു ചാറ്റൽ മഴ അല്ലേ, അത് കാര്യമാക്കാതെ നമ്മൾ വണ്ടി എടുത്ത് നേരെ പാർക്കിക്ക് എത്തിയപ്പോഴോ പെരും മഴ മക്കളെ. അങ്ങനെ നമ്മളെ വണ്ടിയുടെ കർട്ടൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ കർട്ടനൊക്കെ ഇട്ട് റെഡിയാക്കി നിന്നു, ഇനി ട്രിപ്പ് കിട്ടിയാൽ മതി. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വണ്ടിക്ക് ചെറിയൊരു ജലദോഷം. അങ്ങനെ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ കിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ പോയപ്പോഴാണ് ഈ നോട്ടീസ് നമ്മൾ കാണുന്നത്. ക്യാനുകളിലും പ്ലാസ്റ്റിക് കുപ്പികളിലൊന്നും ഇനി പെട്രോൾ കിട്ടൂല, ഡീസലും കിട്ടൂല എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാർക്കിലെത്തിയപ്പോൾ നമ്മളൊരു ചായ കണ്ട് പാസ്സാക്കി. അങ്ങനെ വൈകിട്ട് ഒരു 7 മണിയായപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളൊരു ജ്യൂസ് അങ്ങോട്ട് പാസ്സാക്കി. അങ്ങനെ ജ്യൂസൊക്കെ പാസ്സാക്കി ഇങ്ങനെ പുറത്ത് പാർക്കിൽ നിൽക്കുമ്പോഴാണ് ആ രക്കുപറമ്പ് റൂട്ടുമ്പോൾ ഒരു ജീപ്പ് ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് റെഡിയാക്കി പോവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോയില്ല. അപ്പോൾ ഓക്കെ മക്കളെ, ബാക്കി പിന്നെ കാണാം.